ഇപ്പോൾ ബിനീഷിൻ്റെ ഭാര്യയും കുറിച്ചുള്ള ചോദ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുന്നത്. നമ്മുടെ ടീം എങ്ങനത്തെ ഒരു ഭർത്താവാണ് എന്നാണ് എല്ലാവർക്കും അറിയേണ്ടത്. നമ്മൾ ഈ കാണുന്നത് പോലെ വളരെയധികം സ്ട്രിക്റ്റ് ആയിട്ടൊരു വ്യക്തിയാണോ എന്നാണ് പലരും ചോദിക്കുന്നത്. എന്നാൽ ബിനീഷിൻ്റെ ഭാര്യ പറയുന്നത് കേട്ടാൽ ബിനീഷ് വളരെയധികം തന്നെ സ്നേഹനിധിയായ ഭർത്താവാണ് എന്നാണ് തോന്നുന്നത്. അദ്ദേഹം ഒരു കാര്യത്തിനും നോ പറയില്ല എന്നാണ് ഭാര്യ പറയുന്നത്. എന്ത് പറഞ്ഞാലും വാങ്ങിത്തരും, എന്ത് ചോദിച്ചാലും വാങ്ങിത്തരും, വാങ്ങിക്കോ എന്ന് പറയും. അങ്ങനെ ഒന്നിനും തന്നെ പിടിച്ചു വച്ചിട്ടില്ല. എല്ലാ കാര്യങ്ങളും എനിക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നല്ലൊരു സുഹൃത്തു കൂടിയാണ് ബിനീഷ് എന്നാണ് ഇപ്പോൾ ഭാര്യ പറയുന്നത്. ഇപ്പോൾ ഹണിമൂൺ എവിടെയാണ് എന്നും ഹണിമൂൺ എന്താണ് പോകാത്തത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പലരും എത്തുന്നുണ്ട്. അതിന് അതിൻ്റേതായ കാരണങ്ങളുണ്ട് എന്നും എന്നാൽ ഉടൻ വൈകാതെ തന്നെ ഞങ്ങൾ പോകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ബിനീഷ് ഇപ്പോൾ എത്തുന്നത്. എത്ര വേണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ചേട്ടൻ വളരെയധികം തന്നെ സ്നേഹത്തോടെ എല്ലാ സാധനങ്ങളും വാങ്ങിത്തരാറുണ്ട്. എനിക്ക് ഒരു ബുദ്ധിമുട്ടും വരുത്താറില്ല. ഞാൻ പറയാത്ത സാധനങ്ങൾ പോലും ചിലപ്പോൾ എനിക്ക് വാങ്ങിത്തരും. അത്രയ്ക്ക് സ്നേഹമാണ് പുള്ളിക്ക്. എന്തൊക്കെ പറഞ്ഞാലും പല മാറ്റങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാകുന്നുണ്ട്. അതനുസരിച്ച് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഓരോ കാര്യങ്ങളും ഇപ്പോൾ ബിനീഷിൻ്റെ കുടുംബ വാർത്തയായി പുറത്തു വരുന്നത്. ബിനീഷിനോടുള്ള സ്നേഹമാണ് എല്ലാവരും പങ്കുവയ്ക്കുന്നത്. വളരെയധികം സ്നേഹം നേടിയ ഒരു താരം തന്നെയാണ് ബിനീഷ് ബാസ്റ്റൻ. കാരണം തൻ്റെ സോഷ്യൽ മീഡിയ പ്രവർത്തനത്തിലൂടെയോ അല്ലെങ്കിൽ ഫേക്ക് പേഴ്സണാലിറ്റിയിലൂടെയോ അല്ല, മറിച്ച് ഷോയിലെത്തി അതിലൂടെ ആരാധകരെ സ്വന്തമാക്കിയ ഒരു താരം തന്നെയാണ് ബിനീഷ് ബാസ്റ്റൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനുള്ള ആരാധകരും വളരെയധികം തന്നെയാണ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും. എല്ലാവരും ഒരുമിച്ച് താമസിച്ചാൽ വഴക്കുണ്ടായേക്കും എന്നതുകൊണ്ടാണ് എല്ലാവരും ഇപ്പോൾ വീട് വെച്ച് മാറി താമസിക്കുന്നതെന്ന് അമ്മച്ചി പറയുന്നു. താരയ്ക്ക് അവളുടെ വീട്ടിൽ കിട്ടുന്നതിനേക്കാൾ സ്വാതന്ത്ര്യം ഇവിടെയുണ്ട്. സ്വന്തം വീട്ടിൽ പോയാൽ താരയ്ക്ക് അടുക്കളയിൽ കയറേണ്ട ആവശ്യമില്ല. പിള്ളേരെ പോലെ കളിച്ചു നടക്കാം. ഞങ്ങളുടെ വീട്ടിൽ രാവിലെ 10 മണിവരെ അടുക്കളയിൽ അമ്മച്ചിയും താരയും തമ്മിലുള്ള മൽപ്പിടുത്തമാണ് എന്ന് പറയുന്നു. പക്ഷേ അടുക്കള ജോലിക്കായിട്ടല്ല താരയെ ഞാൻ കെട്ടിക്കൊണ്ടു വന്നേക്കുന്നത്. ഇത് വേറെ കാര്യമാണ് എന്ന് ബിനീഷ് പറയുന്നു. ഹണിമൂൺ പ്ലാനുകൾ ഇരുവരും പങ്കുവച്ചിട്ടുണ്ട്. ഹണിമൂൺ ബാലിയിലേക്കും മാലിദ്വീപിലേക്കുമാണ്. യുദ്ധം നടക്കുന്നതിലാണ് ടൂറ് പോകാൻ പറ്റാത്ത സാഹചര്യം ഇപ്പോൾ ഉള്ളത്. പക്ഷെ ഞങ്ങൾ ഇവിടത്തെ എല്ലാം കണ്ട് ഇപ്പോൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇപ്പോൾ ജീവിച്ചു തുടങ്ങിയതല്ലേ ഉള്ളൂ. ഇനിയും സമയമുണ്ടല്ലോ എന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എല്ലാവരും ഞങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ഞങ്ങളുടെ ഹണിമൂൺ എവിടെയാണ് എന്നും എവിടെ ആയിരിക്കും എന്നൊക്കെയാണ് പലരും ചോദിക്കാറുള്ളത്. മാലിയൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഇനി എന്നത് നടക്കുമെന്ന് അറിയില്ല, പക്ഷേ ഉടനെ ഉണ്ടാകും. യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ എല്ലാം നടക്കും. യുദ്ധത്തിൽ പെട്ടുപോയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. യുദ്ധമായതുകൊണ്ട് തന്നെ പലയിടത്തേക്കും നമുക്ക് വിശ്വസിച്ച് പോകാനാകില്ലല്ലോ. എന്തെങ്കിലും കാര്യം വന്ന് പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കാകുമല്ലോ. ഇവിടെ വയസ്സായവരൊക്കെ ജീവിക്കുകയല്ലേ. അവരെ ഒറ്റയ്ക്കാക്കി അവർക്കും ടെൻഷൻ കൊടുത്ത് നമ്മൾ പോകണം. അതുകൊണ്ട് ഇപ്പോൾ പോകണ്ട എന്ന് കരുതി അങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതാണ് ഇപ്പോൾ ബിനീഷിൻ്റെ ഭാര്യയും കുടുംബവും എന്ന് പറയുന്നൊരു കാര്യം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.